പ്രകൃതി ക്ഷോഭിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസമല്ല. അത് നാളുകൾക്ക് മുമ്പേ നമ്മുടെ അധികാരികൾ അറിയണം. അതുകൊണ്ടാണ് അധികാരികളുടെ പിടിപ്പുകേടിന്റെ അങ്ങേയറ്റത്തെ ഇരകളാണ് ഈ പാവപ്പെട്ട ഈ വിലപിക്കുന്ന ജനങ്ങളെന്ന് പറയേണ്ടി വരും. അധികാരികളെ സംബന്ധിച്ചോളം അവർക്ക് കിടന്നുറങ്ങാൻ മണിമാളികകൾ ഉണ്ടാകും. പക്ഷേ ഇവർക്ക് സംഘടനകളില്ല, യൂണിയന്റെ ബലമില്ല. പാവങ്ങളുടെ വിലാപം എത്രയോ നാളായി കേട്ടുകൊണ്ടേയിരിക്കുന്നു കേരളം. അതിൻ്റെ തനിയാവർത്തനം വീണ്ടും ഇത് ആവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭരണകൂടങ്ങളെ പുച്ഛിക്കേണ്ടി വരുന്നതും വിമർശിക്കേണ്ടി വരുന്നതും. കതിരിന്മേൽ കൊണ്ടുവന്ന് വളം വയ്ക്കുന്ന രീതിയിൽ ഓരോ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞ് ഓരോ കാട്ടിക്കൂട്ടലുമായി ഓടകൾ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുന്നവർ ഇതെന്തുകൊണ്ടേ മനസ്സിലാക്കുന്നില്ല. ഈ പാവങ്ങളുടെ വിധിയോർത്ത് എന്തുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ജാഗ്രതയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആമുഖമായി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നാമേ ഉള്ളൂ, വിലപിക്കാൻ നമ്മളേ ഉള്ളൂ, നമ്മുടെ ഉറ്റവരാരെങ്കിലുമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അധികാരികളെക്കുറിച്ച് ചിന്തിക്കാതെ വിദഗ്ധർ പറയുന്ന സാരോപദേശങ്ങൾ അത് ഭംഗിയായി നിങ്ങൾ ശ്രവിക്കുക, അതിനൊത്ത് മുന്നോട്ട് പോകുക. കാരണം കാലവർഷം ഇന്ന് എത്താൻ പോവുകയാണ്. രാജഗോപാൽ കമ്മത്തും ശാസ്ത്രലേഖകൻ ഡോക്ടർ KG താര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ മേധാവിയാണ്. ഡോക്ടർ KG താര, തലസ്ഥാനത്ത് താമസിക്കുന്ന വ്യക്തിയാണ് താങ്കളും. തലസ്ഥാനത്തെ സംബന്ധിച്ചും കൊച്ചിയുടെയൊക്കെ അവസ്ഥ അതിദയനീയമാണ്. നമുക്കറിയാം, നമ്മൾ വേനൽ മഴ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഒരു പ്രതിഭാസത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള മഴയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ മഴയുടെ തോത് നമുക്ക് ഗണിക്കാവുന്നതിനും അപ്പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ തോത് നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ഓരോ പ്രദേശങ്ങളെ ദുർബലമാക്കിക്കൊണ്ട് പെയ്തിറങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ കാലവർഷം കൂടി ഇന്ന് എത്താൻ പോവുകയാണ്. ഒരുപാട് വിലപിക്കുന്ന ജനതകളുണ്ട്. ഒരുപാട് പേരുടെ രോദനങ്ങളാണ് രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടെന്താണ് ഡോക്ടർ KG താരയ്ക്ക് കാലവർഷം കൂടി വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? എനിക്ക് ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടല്ല പറയാനുള്ള. അവര് ഇത് അനുഭവിച്ച് മടുത്ത് മതിയായിട്ടുള്ള ആളുകളാണ്. ഇത് കണ്ണ് തുറക്കേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള ആളുകൾ ഭരണം നിയന്ത്രിക്കുന്നവരും ജനപ്രതിനിധികളും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അത് ഇപ്പോൾ കാലവർഷം ഇപ്പോൾ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ദുരിതം ഇനി എത്ര കാലം, നമ്മൾ എത്ര വർഷം നമ്മളിത് സഹിക്കണം എന്നുള്ള ചോദ്യമാണ് ഓരോ ആളുകളുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ അടിയന്തരമായിട്ട് നമ്മൾ മുന്നോട്ട് എടുക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതുമാണ്. ഇപ്പോൾ ഇതിൽ ഈ മാതൃഭൂമിയിലെ ന്യൂസിൽ തന്നെ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തെയും ആളുകളുടെ അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, അവരുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. വീടും കിടപ്പാടവും നഷ്ടപ്പെടുന്നതിന് പുറമെ പല വീടുകളിലും ഈ തുണിയും അവരുടെ ഉടുപ്പുകൾ, അവരുടെ പാത്രങ്ങൾ ഇതെല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ ശരിക്കും വാസ്തവത്തിൽ ഈ ദുരന്ത നിവാരണ ആക്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ദോഷം വരുന്ന, നാശം വരുന്ന ഏത് പ്രവൃത്തിയും ദുരന്തമെന്ന് വിളിക്കാം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് അത് ചെയ്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് കൂടി പറഞ്ഞു വെച്ചിട്ടുള്ള ഒന്നാണ് ഈ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇത് വാസ്തവത്തിൽ ഇത് കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം എന്നാണ് എനിക്ക് മനസ്സിൽ താങ്കൾക്കും പറയാം. കാരണം മുണ്ട് മുറുക്കി കൊടുത്താണ് ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ഓരോ മേഖല. കാരണം അമ്മമാരുടെയൊക്കെ വിലാപങ്ങൾ കേൾക്കുമ്പോൾ, കാരണം അവരെല്ലാ കാലത്തും ജീവിതത്തിന്റെ സ്വത്തായി കാണുന്ന സംഭവം, അവർ സർട്ടിഫിക്കറ്റ് പോലും നഷ്ടപ്പെടുകയാണ്. ഒരുപാട് പേര് അത് എല്ലാവരെയും പോലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ സുഖം അനുഭവിക്കാൻ അവരെ കൊണ്ടാകില്ല. അവർ വിലപിച്ച് കിട്ടുന്നത് അന്നം, അവരുടെ ദൈനംദിന വരുമാനത്തിൽ നിന്നൊക്കെ സ്വരുക്കൂട്ടി വെക്കുന്ന വീട്, അത് നഷ്ടപ്പെടുന്നു. അത് ചോർന്നൊലിച്ച് അപ്പാടെ ഇല്ലാതാകുന്നു. ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരാണ് ഇറങ്ങി ചെയ്യേണ്ടത്? ഈ പാവങ്ങളല്ലല്ലോ ഈ തെരുവിലേക്ക് ഇറങ്ങി കാനകൾ വൃത്തിയാക്കേണ്ടത്. നമ്മൾ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഭരിച്ച് നമ്മൾ വോട്ടിട്ട് വിജയിപ്പിക്കുന്ന ഭരണാധികാരികളുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ നമുക്ക് അനവധിയുണ്ട്, കോർപ്പറേഷനുകൾ നമുക്കുണ്ട്. ഇവരൊക്കെ ഈ ദുരന്തം വരുമ്പോൾ അതിന് വന്നു കഴിഞ്ഞ്, ഞാൻ ആമുഖമായി പറഞ്ഞ കതിരിന്മേൽ കൊണ്ടാണ് വളം വയ്ക്കുന്നത്. അതിനെന്ത് കാര്യം? കാരണം മഴ മുഴുവൻ പെയ്ത് കാനകൾ മുഴുവൻ നിറയുമ്പോൾ ഒരു JCB കൊണ്ട് കാനകൾ തോണ്ടുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതിനെ വളരെ ലാഘവത്തോടുകൂടി കഴിഞ്ഞ നാളുകൾ കണ്ടു. എത്ര 2 പ്രളയം നമ്മൾ വന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവർ പല്ലിളിക്കുന്നത് ആരോടാണ് മാഡം?
അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഈ ആക്ടില് ചാപ്റ്റർ 10 ചാപ്റ്ററിൽ ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ എടുക്കാത്ത ഉദ്യോഗസ്ഥരെ 6 മാസം മുതൽ 3 വർഷം വരെ ശിക്ഷിക്കാനും അവർക്ക് പിഴ ഈടാക്കാനുമുള്ളൊരു വകുപ്പുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വകുപ്പ് ഉപയോഗിച്ച് ഇതിന് കാരണമാകുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനായിട്ട് വാസ്തവത്തിൽ എല്ലാ മനുഷ്യരും അന്യായം ഫയൽ ചെയ്യണം എന്നാണ് മനസ്സിൽ തോന്നിപ്പോകുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ വളരെ സങ്കടം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഈ ദുരന്ത നിവാരണ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഇത് രണ്ടും ഉണ്ട്. ആ ഫണ്ടിൻ്റെ കീഴിൽ ഈ തുണിയും നമ്മുടെ സാധനങ്ങളും നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ പാത്രങ്ങൾ നഷ്ടപ്പെട്ടാലോ നമുക്ക് കോമ്പൻസേഷൻ, നമുക്ക് അതിന് നഷ്ടപരിഹാരം തരാനുള്ള ബാധ്യത അതാത് ജില്ലാ ഭരണകൂടത്തിനുണ്ട്. നമ്മളത് ആ ജില്ലാ ഭരണകൂടങ്ങളെ അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അത്രയെങ്കിലും ഒരു ആശ്വാസം. 2500 രൂപയേറ്റ് തുണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക്, ഒരു കുടുംബത്തിനാണ് വളരെ തുച്ഛമായ പൈസയാണെങ്കിൽ പോലും അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ട നിവൃത്തികേട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുക തന്നെ വേണം. പാത്രങ്ങൾ നഷ്ടപ്പെട്ടാൽ 2500 രൂപ അത് കിട്ടാനുള്ള ഈ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ ഇതിനുള്ള വകുപ്പുകളുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് ജീവനോപാധി നഷ്ടപ്പെട്ടാൽ നമ്മൾ നോക്കൂ, ഈ ദിവസക്കൂലിക്കാരായിട്ടുള്ള ആളുകൾ, മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, ഇവര് എങ്ങനെ ജീവിക്കണം എന്നാണ് നമ്മൾ കരുതേണ്ടത്. പെൻഷൻ കിട്ടുന്നവർക്കും ഒരു ജോലിയുള്ളവർക്കും ഒരു ദിവസത്തെ ലീവോ അല്ലെങ്കിൽ 5 ദിവസത്തെ ലീവോ എടുത്ത് കഴിക്കാം. ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടാൽ അതിലും ഇതിനകത്ത് ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള നഷ്ടപരിഹാരം ഇവർക്ക് ഓരോ ദിവസവും കൊടുക്കണം, ഈ ജീവനോപാധി നഷ്ടപ്പെടുന്നവർക്ക്. ഇത് പലരും ഒന്നും അറിയില്ല. തീർച്ചയായും ഡോക്ടർ കെ ജി താര മാഡം പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ദുരിതം അനുഭവിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് മാഡം പറഞ്ഞത്. മാഡത്തിന്റെ അനുഭവ സമ്പത്താണ് പറയുന്നത്. കാരണം നിങ്ങളെ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നില്ല. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. നിങ്ങളുടെയൊക്കെ ജനപ്രതിനിധികൾക്ക് അവർക്ക് ആകെ അറിയേണ്ടത് ടർബോ സിനിമ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സുഖവാസത്തിന് മൂന്നാറിലേക്ക് പോകുന്ന ആളുകൾ, എല്ലാം നല്ലതാണ്. പക്ഷേ ഈ പാവങ്ങളെ കൂടി സമയബന്ധിതമായി അവരെ കൂടി ഒന്ന് അറിയിക്കുക. ബഹുമാനപ്പെട്ട വകുപ്പ് മേധാവികൾ, മന്ത്രിമാർ, നിങ്ങളൊന്നും കാണുന്ന ദുരിതമല്ല. താഴേക്കിറങ്ങണം, മണ്ണിലേക്കിറങ്ങണം, അവൻ്റെ വേദനകൾ ദയവായി അറിയണം. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇന്നിപ്പോൾ കാലവർഷം എത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. കൊച്ചിയിൽ ഒരു നിമിഷ നേരത്തിനുള്ളിൽ വലിയൊരു മേഘം രൂപപ്പെട്ട് അത് പെയ്തങ്ങിറങ്ങുകയാണ്. ഒരു നിശ്ചിത വ്യത്യാസത്തിനുള്ളിൽ ആ നഗരമാകെ നിറഞ്ഞ് വെള്ളത്താൽ ചുറ്റപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രവചിക്കുന്നതിനപ്പുറത്തേക്ക് സൈക്ലോണിൻ്റെയൊക്കെ വരവ്. അപ്പോൾ ഇനി കാലവർഷം വരാൻ പോകുന്നു. എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിലെ മഴയുടെ തോത്? എത്രമേൽ നമുക്ക് ഒരു ദുരിതപൂരിതം ആകാതിരിക്കാൻ നമ്മൾ സ്വയം കരുതൽ സ്വീകരിക്കണം? ശ്രീ രാജഗോപാൽ കമ്മത്ത്. നമ്മളിപ്പോൾ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, ഇപ്പോൾ വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടിക്കിടക്കുന്നത് കാലാവസ്ഥാ പ്രതിഭാസം മൂലമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പലയിടങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട്. അതൊന്നും ഒട്ടും ശരിയല്ല. കാരണം പല ടെർമിനോളജിയും പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആളുകളെ ഭയപ്പെടുത്താനും ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും കൊണ്ടല്ല ഇവിടുത്തെ ഈ പ്രശ്നം. ഈ വാട്ടർ ലോഗിങ്, ഈ വെള്ളക്കെട്ടെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. വളരെ കാലമായിട്ട് നടത്തിയിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇൻഫോ പാർക്കിലാണെങ്കിൽ അതൊരു ടാങ്ക് പോലെയാണ് റോഡുള്ളത്. ഇവിടെ മെട്രോ റെയിലിൻ്റെ വശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതും ഒരു ടാങ്ക് പോലെയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളം നിറയുന്നത്. മഴ ഇതിനു മുമ്പ് പെയ്തിട്ടുണ്ട്. ഇതിലും വലിയ മഴ എറണാകുളത്ത് പെയ്തിട്ടുണ്ട്, മറ്റു പലയിടങ്ങളിലും പെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പല ടെർമിനോളജികൾ ഉപയോഗിച്ച് അതിനെ സാധൂകരിക്കാനായിട്ടുള്ള ശ്രമം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും ചില മറ്റ് ജനപ്രതിനിധികളൊക്കെ നടത്തുന്നത് നിർഭാഗ്യകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ നല്ല മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പലയിടങ്ങളിലും ഇപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല കൂടുതൽ മഴ പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള മാറ്റമാണ് ഇപ്പോഴത്തെ കാറ്റിന് ഇപ്പോൾ അടിക്കുന്നതെന്ന് പറയുന്നത്
വടക്ക് നിന്നും കിഴക്കേക്കുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാറ്റുള്ളത്. അതുകൊണ്ടാണ് നോർത്ത് പർവ്വതങ്ങളും മറ്റിടങ്ങളിലും ഒക്കെ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ എന്ന് പറയുന്നത് അവിടെ മറ്റിടങ്ങളെക്കാൾ 38 മീറ്റർ ഉയരത്തിലാണ്, നമ്മുടെ കടൽ നിരപ്പിൽ നിന്നും 38 മീറ്റർ ഉയരത്തിലാണ് ആ സ്ഥലമുള്ളത്. അതുപോലെ തന്നെ കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതുപോലെ തന്നെ 40 മീറ്റർ ഉയരത്തിലാണ് സ്ഥലമുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കടൽ തീരത്ത് നിന്നും ഘാട്ടിലേക്ക് ഒരു സ്ലോപ്പാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡോക്ടർ താരക്ക് അറിയാം, ഈ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് പറയും. അതായത് ഈ കാറ്റിങ്ങനെ ഉയർന്നു പൊങ്ങി, ഈർപ്പവുമായിട്ട് ഉയർന്നു പൊങ്ങി മേഘങ്ങൾക്ക് കനം വെച്ചിട്ടാണ് ഈ മഴ പെയ്യുന്നത്. ഒരു നിശ്ചിത സ്ഥലത്ത് പെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാ ഉയരം ക്വാളിഫൈ ചെയ്യുന്ന ഒന്നാണ് ഈ കളമശ്ശേരി, തൃക്കാക്കര, കാക്കനാട് എന്ന് പറയുന്നത്. അതുപോലെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഈ രീതിയിലുള്ള 40 മീറ്റർ ഉയരമുള്ള സ്ഥലങ്ങളുണ്ട്, കൊല്ലത്തുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഭാഗത്ത് തെക്ക് ഭാഗത്തേക്ക് വടക്ക് നിന്നും കിഴക്കേക്കുള്ള കാറ്റ് വീശുമ്പോൾ ഈ രീതിയിലുള്ള മേഘഭാഗങ്ങൾ രൂപം കൊണ്ടിട്ട് മൺസൂണിന്റെ തുടക്കത്തിൽ ഈ രീതിയിലുള്ള മഴ ഉണ്ടാകുന്നത്. ഇനി മറ്റു തെക്ക് നിന്നും കിഴക്കേക്ക് കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള മേഘഭാഗങ്ങൾ രൂപം കൊണ്ട് ഘാട്ട് ഏരിയയിലേക്ക് പോയി അവിടെ വലിയ മഴ പെയ്യും. ഇതേ രീതിയിലുള്ള മഴ മലമ്പ്രദേശങ്ങളിൽ പെയ്യാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. ജൂൺ 20 കഴിയുമ്പോൾ നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നുള്ള തണുപ്പ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരികയും നല്ല ഈർപ്പം ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു കാരണങ്ങൾ സജ്ജമാകുകയും ചെയ്യും. അപ്പോഴാണ് മഴയുടെ ഇന്റൻസിറ്റി കൂടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒട്ടും അമാന്തിക്കേണ്ട, ശരിക്കും ഈ ഒരു സമയം ഇനിയും ധാരാളം സമയമുണ്ട് നമുക്കിതൊക്കെ ഈ വെള്ളക്കെട്ടുമൊക്കെ ഒഴിവാക്കാനായിട്ട്. ഈ അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇത് ഒന്നാം പ്രളയ സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പരുവപ്പെട്ട ഒരു അന്തരീക്ഷം നമ്മൾ ഒരുക്കും. നമ്മൾ ദൃഢപ്രതിജ്ഞ എടുത്ത് നമ്മളെല്ലാവരും കൈകോർത്തു, ഒന്നായി രണ്ടായി. ഇതാ അടുത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ കാലാവസ്ഥയെ കുറ്റം പറയുന്നത് ശരി, അതിലർത്ഥമുണ്ടോ? കാരണം നമുക്കൊരു റെയിൻ മാപ്പിങ്, അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ വരവല്ലെ ചിലപ്പോൾ കാലം തെറ്റിയേക്കാം. പക്ഷേ ഇതൊക്കെ നേരിടേണ്ട തരത്തിൽ നമുക്കിവിടെ സംവിധാനങ്ങളുണ്ട്, വിപുലമായ സംവിധാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ആ ടൂള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? കാരണം ഇപ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും തെരുവുകൾ രണ്ടൊന്നിന് മഴ പെയ്യുമ്പോൾ വാഹനങ്ങൾ തെള്ളിക്കൊണ്ടു പോകുന്നു, പാവപ്പെട്ടവരെ ഈ തീരങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുന്നു. അത് തീരങ്ങളെന്ന് പറഞ്ഞാൽ തീരദേശ പ്രദേശമല്ല ഉദ്ദേശിക്കുന്നത്. ഈ പുഴകളൊക്കെ കവിഞ്ഞൊഴുകിയാണ്, കാനകളൊന്നും വൃത്തിയാക്കുന്നില്ല. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു മാനേജ്മെന്റിന്റെ ഒരു അഭാവം, കോർഡിനേഷന്റെ കുറവില്ലേ? നിങ്ങളൊക്കെ ഉറ്റുനോക്കുന്നവരല്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ അതെ, ശ്രീ രാജഗോപാൽ കമ്മത്ത്. ഇത് ഒരു അലക്ഷ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തുമാണ്. യാതൊരു ക്ലീനിങ്ങും നടത്തിയിട്ടില്ല, യാതൊരു ഇത്തരത്തിലുള്ള വെള്ളം ഒഴുകി പോകാനുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. അവിടെ ചെറുതായിട്ട്, ഞാൻ താമസിക്കുന്ന എറണാകുളം സിറ്റിയിൽ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഹോട്ടലുകളിൽ നിന്നും മറ്റുമൊക്കെ മലിനജലം കാനയിലേക്ക് ഒഴുക്കി വിടുകയാണ്. അതിലെയാണ് ആളുകൾ ഇപ്പോൾ നടക്കുന്നത്. ആ ജലമെല്ലാം കൂടി മറ്റു വീടുകളിലേക്ക് വരെ എത്തി. പലരുടെയും വീടുകളിൽ ഏകദേശം 4 അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് പലയിടങ്ങളിലും. അവരൊക്കെ മാറിപ്പോയി അവിടുന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഇനിയും വരാനിരിക്കുന്നത്. കാരണം ഈ കാന വൃത്തിയാക്കലും അതുപോലെ കനാലുകളും ജലമൊഴുകി കടലിലേക്ക് പോകാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ, കായലിലേക്ക് ഒഴുകാനുള്ള മാർഗ്ഗങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ എറണാകുളത്ത് വലിയൊരു ദുരന്തമാണ് ഇനി കാത്തിരിക്കുന്നത്. കാരണം ഇനിയും ഇതുപോലെ മഴ പെയ്യും. 17 സെന്റിമീറ്റർ വരെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എറണാകുളത്ത് അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. ഇപ്പം മലമ്പ്രദേശങ്ങളിലാണെങ്കിൽ അത് ഒഴുകി താഴെ വരും. കോട്ടയത്ത് മഴ പെയ്യുമ്പോൾ അത് നേരെ വരുന്നത് കുമരകത്തേക്കാണ് വരുന്നത്, കുട്ടനാട്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നതും ആളുകൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അവിടെ തന്നെയാണ് അവിടെ വീടും വെച്ചിരിക്കുന്നത്. ആ വീട്ടിലേക്കാണ് വെള്ളം കയറുന്നത്. അപ്പം അവിടെയും ഇതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. വെള്ളം നിറയുന്ന സ്ഥലത്ത് വീട് വെക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. മീനച്ചിലാറിന്റെ തീരത്ത് വീടുകൾ ധാരാളം വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ആ ഇല്ലിക്കലും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോട്ടയത്ത് അവിടെയാണ് വെള്ളം കയറുന്നത്. എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കയറും. അതറിയാവുന്ന കാര്യമാണ്. കാരണം നദീതീരത്ത് വീട് വെക്കുന്നവർ, ഈ റിവർ വ്യൂ എന്നൊക്കെ പറഞ്ഞ് വീട് വെക്കുന്നവരുടെ ഒരു പ്രശ്നം ഇതാണ്. മീനച്ചിലാറിന്റെ തീരം കവിഞ്ഞൊഴുകും. ഇപ്പോൾ പൂഞ്ഞാറിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പെയ്തിട്ടുള്ള മഴ എന്ന് പറയുന്നത് 17 സെന്റിമീറ്ററാണ്. അത് അവിടുത്തെ വെതർ സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പിറവത്തും അതുപോലെ പെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വെള്ളം ഒഴുകിപ്പോയി. പക്ഷേ പൂഞ്ഞാറിലേത് ആ ഭാഗത്ത്, ഈരാറ്റുപേട്ട ആ ഭാഗത്തൊക്കെ പെയ്ത് മീനച്ചിലാറ്റിലൂടെ ഇങ്ങനെ വരികയാണ് ചെയ്തത്. അത് നേരെ എത്തുന്നത് ഈ കുട്ടനാട്ടും മറ്റു ഭാഗങ്ങളിലാണ് എത്തുന്നത്. അതുകൊണ്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യം. അതിന് തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത ഈ 4 മാസത്തേക്ക് ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എറണാകുളത്ത് ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതുപോലെ ടാങ്കുകൾ, എറണാകുളം ടാങ്ക് പോലെ, കുളം പോലെ ആവും എറണാകുളം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
പലയിടങ്ങളിലും കോഴിക്കോട് സിറ്റിയിലും അത് തന്നെയാണ് കാര്യം. കോഴിക്കോട് സിറ്റിയിലും അശാസ്ത്രീയമായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്. റോഡും ധാരാളം പണിത് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ധാരാളം റോഡുകൾ സിറ്റിയുടെ തലങ്ങും വിലങ്ങുമായിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ഒഴുകി പോകാനായിട്ട് പ്രശ്നമുണ്ട്. അവിടെയും ഈ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട് നല്ല മഴയാണ് 2-3 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നത്. മൺസൂൺ തുടങ്ങി. ഇപ്പം മൺസൂൺ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിപ്പോൾ നമുക്ക് IMDയുടെ ഡിക്ലറേഷന് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 27-ാം തീയതി മുതൽ തന്നെ ഈ കാറ്റിൻ്റെ ദിശ മാറുകയും മൺസൂണിൻ്റെ ആരംഭമാകുകയും ചെയ്തു. പക്ഷേ ഡിക്ലെയർ ചെയ്തോട്ടെ, ഔദ്യോഗികമായിട്ട് മൺസൂൺ ഡിക്ലെയർ ചെയ്തോട്ടെ, സന്തോഷം. പക്ഷേ നമ്മൾ നേരത്തെ മുൻകരുതലെടുക്കും. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു മൺസൂൺ വരുമെന്ന്. അപ്പോൾ ഒരു മാസം മുമ്പെങ്കിലും ഈ മുൻകരുതൽ എടുക്കേണ്ടതല്ലേ? അത് ചെയ്തിട്ടില്ല. ഒരലക്ഷ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ. അതാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത്. കാരണം ഒരു മാസം മുൻപേ നമ്മുടെ തെരഞ്ഞെടുപ്പായിരുന്നു. ജനപ്രതിനിധികൾക്കൊക്കെ വോട്ട് പിടിക്കാനുള്ള ഓട്ടമായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർ ആ സമയത്ത് ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. മൺസൂൺ പുതിയൊരു സുപ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന പ്രതിഭാസമല്ല. ഇനിയെങ്കിലും ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ ദിവസങ്ങളുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആത്യന്തികമായ നിങ്ങളുടെ ലക്ഷ്യം ഒരു പൗരന്റെ ജീവനും സ്വത്തുമാണ് സംരക്ഷണമെങ്കിൽ തീർച്ചയായും അതിലേക്ക് ഇറങ്ങുക. ചെറിയൊരു ഇടവേള എടുത്ത ശേഷം അതിഥികൾ രണ്ടുപേരും തുടരുക. അതിവേഗം ഒരു ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ് ഇനി വരുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ഏറ്റവും രൂക്ഷമായ കാലവർഷത്തിൻ്റെ കെടുതികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മാതൃഭൂമി ന്യൂസ് ചാനലിൽ തന്നെ നമ്മൾ കാണുകയാണ്, ഈ ദേശീയപാതയുടെ ഇരുവശത്തും ഈ സ്വാഭാവികമായ നീർച്ചാലുകളെ അതിന് കുറുകെയാണ് ഈ ദേശീയപാതയും എല്ലാം നിർമ്മിച്ചു പോകുന്നത്. അവിടെ ഡ്രെയിനേജിൻ്റെ സൗകര്യം ഇല്ലെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ അവിടെ എല്ലാം ഈ പ്രശ്നം വരും. പല സ്ഥലത്ത് ഈ റോഡ് ഇടിഞ്ഞു വീഴുന്നു, റെയിൽവേ പാളങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ഇടിഞ്ഞു വീഴുന്നു. ഇതൊക്കെ ഈ സ്വാഭാവികമായ നീർച്ചാലുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മിതികളുടെ പ്രശ്നമാണ്. ആ നിർമ്മിതികൾക്ക് ഇപ്പോൾ വേണ്ടാന്നല്ല പറയുന്നത്. റെയിൽവേയും നമുക്ക് റെയിൽവേ ലൈനും റോഡും ഒക്കെ വേണം. പക്ഷേ അവിടെ ഡ്രെയിനേജിനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് 2, ഇപ്പം നമ്മൾ അത്യുഷ്ണം അനുഭവിച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങളിലും ഇപ്പോൾ ഗൾഫ് നാടുകൾ ഉൾപ്പെടെ മഴ അങ്ങനെ തിമിർത്ത് പെയ്യുകയാണ്. അവിടെ അവർ ആലോചിക്കുന്നത് ഈ മഴയെ എങ്ങനെ ഭൂമിയിൽ തടഞ്ഞു നിർത്താമെന്നുള്ളതാണ്. അപ്പോൾ ഈ ജൂൺ മുതൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇനി അടുത്ത ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ 1.5 കൊല്ലം ഇനി ബാക്കിയുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ കരുതലോടെ ഇരിക്കേണ്ടത് മിന്നൽ പ്രളയങ്ങളാണ്. അതുപോലെ ഉരുൾപൊട്ടൽ, അതുപോലെ ഈ പട്ടണ പ്രദേശങ്ങളിലെ ഫ്ലാഷ് ഫ്ലഡുകൾ, അതായത് പെട്ടെന്ന് തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ വെള്ളം നിറയുന്ന പ്രതിഭാസം, അത് നമ്മളാൽ ഉണ്ടാക്കി വെച്ച പ്രതിഭാസമാണെന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. കാരണം എല്ലായിടത്തും നമ്മൾ ഈ വെള്ളം എവിടെയാണ് താഴ്ന്നു പോകുന്നത്? വെറ്റ്ലാൻഡ് എന്ന് പറയും, തണ്ണീർത്തടങ്ങളിലാണ് ഈ വെള്ളം. പാടശേഖരങ്ങൾ അല്ലെങ്കിൽ പാടങ്ങൾ അങ്ങനെയുള്ള താഴ്ന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അത് മുഴുവനും നികത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഈ തണ്ണീർത്തട നിയമ ഭേദഗതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എവിടെ വേണമെങ്കിലും നമുക്കിത് കൺസ്ട്രക്ഷൻ ആകാം. കഴിഞ്ഞ കുറേ കാലമായിട്ട് കൃഷിയില്ലാത്ത സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്ത് വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കെട്ടിട നിർമ്മിതികൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവിക ജലനിർഗമന മാർഗത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണെന്നുള്ള ബോധ്യം വേണം. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പലയിടത്തും ഈ ചുമരുകൾ ഇടിഞ്ഞു വീണ് മരണം ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തെ ഏറ്റവും പെട്ടെന്ന് ആ വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അപകടങ്ങൾ കൂടി വരും. അതുപോലെ പാമ്പുകൾ ഏറ്റവും കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിൽ കയറി വീടുകളിൽ വരാനുള്ള സാധ്യത വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും ഫലപ്രദമായി കണ്ടിരിക്കുന്ന സ്നേക്ക് പീഡിയ, വിക്കിപീഡിയ പോലെ ഒരു സ്നേക്ക് പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഈ മൊബൈൽ ഫോൺ ഉള്ളവർക്ക്, അങ്ങനെയുള്ള സംവിധാനം ഉള്ളവർക്ക് ഇത് എടുത്തു വെച്ചാൽ എവിടെയൊക്കെ ഈ പാമ്പിൻ്റെ വിഷത്തിന് ചികിത്സിക്കാനുണ്ട്, ഏത് ഡോക്ടറുടെ നമ്പർ, പാമ്പ് പിടിക്കേണ്ട ആളുകളുടെ നമ്പർ ഓരോ ജില്ലയിലും വേർതിരിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. വളരെ ഫലപ്രദമായി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ
യുദ്ധകാല അടിസ്ഥാനത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ വെള്ളത്തെ എവിടെയെങ്കിലും നമ്മൾ ഈ നേരെ കടലിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിന് തടസ്സം എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ അനന്ത നേരത്തെ നമ്മൾ വളരെ കൊട്ടിഘോഷിച്ച് ആഘോഷപൂർവ്വം കൊണ്ടുവന്നതാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, ഒരു ഡ്രെയിനേജ് പ്ലാൻ ആദ്യം ഉണ്ടാക്കണം, മാസ്റ്റർ പ്ലാൻ. അത് ഏറ്റവും അത്യാവശ്യം തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ഈ നഗരങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഡ്രെയിനേജിന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. ഡ്രെയിനേജിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കനാലുകൾ ഉണ്ട്, എവിടെയൊക്കെ ഇത് തടസ്സപ്പെട്ടിരിക്കുന്നു, ഇത് എത്ര സുഗമമായിട്ട് നമുക്ക് ഇതിന്റെ ഒഴുക്ക് നേരെയാക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു മാപ്പ് ഏറ്റവും അടിയന്തരമായിട്ട് മാഡം പറഞ്ഞു വന്ന വളരെ വ്യക്തമായ കാര്യങ്ങൾ, അധികാരികൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സ്വയം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, അവസാനമായി നമുക്ക് അതിവർഷമാണ് വേനൽക്കാലത്ത് ലഭിച്ചത്. ശരാശരിക്കൽ 39% മഴ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഈ പാവങ്ങളുടെ കാരണം ഒരുപാട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മഴ എല്ലാ മേഖലകളിലും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മേഘവിസ്ഫോടനങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ഇനി സ്കൂൾ തുറക്കാൻ പോകുന്നു, ജാഗ്രത ഒരുപാട് സ്വീകരിക്കണം. സ്കൂളുകളുടെയൊക്കെ കെട്ടിടങ്ങളുടെ ബിൽഡിങ്സിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ എവിടെയൊക്കെയാണ് ജാഗ്രത, ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി? ആദ്യം തന്നെ ഒരു വിവരം പറയട്ടെ, ഇത്തരത്തിലുള്ള ലഘുമേഘ വിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ ടെർമിനോളജി ദയവായി അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്. കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് 8 സെന്റിമീറ്റർ മഴ ഒരു മണിക്കൂർ കളമശ്ശേരി പെയ്തിട്ടുണ്ട്, സംഭവം. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇതേപോലുള്ള മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാം. നമുക്ക് ശക്തമായ മഴകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മലമ്പ്രദേശങ്ങളിലാണ്. മലമ്പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യത ധാരാളമായിട്ടുണ്ട്. മറ്റൊന്ന് കാച്ച്മെന്റ് ഏരിയയിൽ ധാരാളം മഴ പെയ്തിട്ട് ഡാമുകൾ നിറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 106% മഴ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഡാമുകൾ 44 നദികളുടെ ഡാമുകൾ ചിലതൊക്കെ നമുക്ക് തുറന്നു വരേണ്ട സാഹചര്യം ഉണ്ടാവും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടത്. ഇപ്പൊ തന്നെ തുടങ്ങണം. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡാമുകൾ തുടർന്ന് വിടേണ്ടി വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്, അത് ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. അതാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിറ്റികളിലും ആളുകൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന ഇടങ്ങളിലും ജലം ഒഴുകിപ്പോകാനുള്ള വഴികൾ ചെയ്യണം. ജൂൺ 21 കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായ മഴയാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ആമുഖം മാത്രമേ ആവുന്നുള്ളൂ. അടുത്ത മാസം എന്ന് പറയുന്നത് നല്ല വലിയ മഴകളാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ലാനിന കണ്ടീഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റിൽ വളരെ വലിയ മഴ നമുക്ക് പ്രതീക്ഷിക്കണം. ഇപ്പോൾ പറയുന്നത് ജൂലൈയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജൂലൈ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാസമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. മുൻകരുതലുകൾ ദയവായി എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തെറ്റിദ്ധാരണകൾ കേന്ദ്രങ്ങൾ പരത്തുന്നതും നിർത്തണം. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത്. ഡോക്ടർ KG താര വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയതിന്. എന്തായാലും ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്ന ചിന്ത മനസ്സിൽ വെക്കണം. ആ കരുതൽ നമ്മൾ സ്വീകരിക്കണം. ലാഘവത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യരുത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അത് ശ്രമിക്കുക തന്നെ വേണം. സ്വയം കരുതൽ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. ശരാശരി മഴയേക്കാൾ അപ്പുറത്തേക്ക് ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലുമൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരും ഓർമ്മപ്പെടുത്തുന്നത്.